കോഴിക്കോട് ഡെപ്യൂട്ടി മേയറാണ് മുസാഫിർ അഹമ്മദാണ്. ഇതിൻ്റെ ആദ്യഘട്ട അന്വേഷണത്തിൽ എന്താണ് കാരണമെന്ന് മനസ്സിലായിട്ടുണ്ടോ? വളരെയേറെ ഞെട്ടലുണ്ടായ ഒരു വാർത്തയാണ് സായാഹ്നത്തിൽ കേട്ടത്. ഇവിടെ ഉണ്ടായ സംഭവങ്ങൾ എന്താണ് എന്നുള്ളത് സമഗ്രമായി പരിശോധിക്കേണ്ടതാണ്. ഒരു MRI സ്കാനോട് ചേർന്ന് UPSൻ്റെ സിസ്റ്റത്തിലുണ്ടായിട്ടുള്ള ഒരു സ്ഫോടനമാണ്, അപകടമെന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. വിശദമായ പരിശോധന നടത്തി എന്താണ് സംഭവിച്ചതെന്നുള്ളത് കണ്ടെത്തിയിട്ട് ആധികാരികമായി പറയാൻ വേണ്ടി പറ്റും. ഏതായാലും പറഞ്ഞ പോലെ വലിയ അപകടത്തിലേക്കും നിയന്ത്രണാതീതമല്ലാത്ത അവസ്ഥയിലേക്കും പോകാതെ പൊതുവിൽ എല്ലാവരും കൂടി നടത്തിയ രക്ഷാപ്രവർത്തനം കൊണ്ട് പൊതുവിൽ ആശങ്കപ്പെടാത്ത രീതിയിൽ സംഭവങ്ങൾ ഇപ്പോൾ സംയമനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതിലിപ്പോൾ നമുക്ക് ഇപ്പം നാളെ, അതായത് കാഷ്വാലിറ്റിയുടെ പ്രവർത്തനം നിലച്ചു. ഇപ്പം നാളെ മുതൽ വരുന്ന അല്ലെങ്കിൽ അടുത്ത സമയം മുതൽ വരുന്ന രോഗികൾക്കുള്ള ഒരു പ്രധാനപ്പെട്ട ആശുപത്രി എന്ന് പറയുന്നത് ബീച്ച് ആശുപത്രിയാണ്. ആ ബീച്ച് ആശുപത്രിയിലേക്ക് ഇത് ചെയ്യുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ടോ കൂടുതൽ സംവിധാനങ്ങൾ? ബീച്ച് ആശുപത്രിയിൽ ഇപ്പോൾ 17ഓളം പേര് അവിടെ ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ചികിത്സ ഇപ്പോൾ നടക്കുന്നുണ്ട്. 34ഓളം പേർക്കാണ് ഇതിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നേരിയ തരത്തിലും ചികിത്സ നേരിടുന്നത്. സ്വാഭാവികമായും മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റി പ്രവർത്തനം നിർത്തിവെക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ആരോഗ്യ വകുപ്പും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിൻ്റെയും പറഞ്ഞ പോലെ അധ്യാപകരും വിദ്യാർത്ഥികളും ടീമായി പ്രവർത്തനം നടത്തി നാളെ രാവിലെയോടെ ബദൽ സംവിധാനത്തിലുള്ള കാര്യങ്ങളെല്ലാം സജ്ജമാക്കി മുന്നോട്ട് പോകുന്നു. തീർച്ചയായും അത് സാധാരണ രീതിയിൽ കാഷ്വാലിറ്റിയും മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുമെന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം.